ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കേട്ടോ. ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ട് ഏതോ ഒരു നിമിഷത്തിൽ അവർ പോലും അറിയാതെ ഒരു കെട്ട് അവർക്കിടയിൽ ഉണ്ടായതാണ്. ആ ഒരു കെട്ട് മുറുകി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇനി നമ്മൾ വാശി പിടിച്ചിരുന്നൊരു കാര്യമില്ല സുധാകര, നമ്മൾക്കും ഇതേ ഈ രീതിയിൽ തന്നെ പോകാം. അതായത് അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജീവിക്കട്ടെ എന്നൊക്കെ അച്ഛമ്മ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അപ്പം മാഷ് പറയുന്നുണ്ട് കേട്ടോ, ഇനിയിപ്പോൾ ഞാനായിട്ട് അതിന് എതിരൊന്നും നിൽക്കുന്നില്ല. ആ കുട്ടിയുടെ വീട്ടുകാരും കൂടെ അംഗീകരിച്ച് നൽകി നല്ല രീതിയിൽ ജീവിക്കാൻ അവനും കൂടെ തോന്നട്ടെ എന്നൊക്കെ അച്ഛനും പറയുന്നുണ്ട്. പിന്നീട് വേദയാണെന്നുണ്ടെങ്കിലും മുറിയിൽ നിന്ന് പൊട്ടിക്കരയണത് കണ്ടുകൊണ്ട് ശ്രീജ വരും കേട്ടോ. അപ്പോൾ കാര്യം ചോദിക്കുമ്പോൾ ഇതുവരെ ഞാനിവിടെ വന്നിട്ട് കരഞ്ഞിട്ടില്ല ശ്രീജ, പക്ഷെ എനിക്ക് ഇന്ന് കരയാൻ തോന്നുന്നു. കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ച്, പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ശ്രീജനൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് വേദ പൊട്ടിക്കരയുന്നുണ്ട്. ഇതേ സമയം വിക്രം കല്യാണത്തിന് സമ്മതിച്ചല്ലോ എന്ന് ജോസഫും മനിയൻകുട്ടനും കൂടെ പറയുമ്പോൾ, ഞാൻ കല്യാണത്തിന് സമ്മതിച്ചെന്ന് ആരാണ് പറഞ്ഞത്? ഞാൻ സമ്മതിച്ചിട്ടൊന്നുമില്ല. ഞാൻ തീരുമാനിച്ചിരിക്കുന്ന മറ്റൊരു കാര്യമാണ്. കല്യാണത്തിൻ്റെ സമയത്ത് അവളുടെ കഴുത്തിലുള്ള ആ താലി വലിച്ച് പൊട്ടിച്ചതിന് ശേഷം ഞാൻ എല്ലാവരുടെ മുന്നിൽ വെച്ചും പറയും, ഇനി ഇവളെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ ആ പന്തലിൽ വെച്ച് ഉപേക്ഷിക്കും. അതാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് വിക്രം കൂട്ടുകാരോട് തുറന്നു പറയാം. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ദീപ്തിയും മുത്തശ്ശിയും പത്മവും കൂടിയിട്ട് കല്യാണത്തിന് പോകാൻ ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ അച്ഛനുണ്ട്, വേദരച്ഛനും കൂടിയിട്ട് റെഡി ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ വാശി പിടിക്കുന്നുണ്ട്. ദീപ്തിയും അമ്മയും മുത്തശ്ശിയും പൊക്കോ, പക്ഷേ അച്ഛൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ ശ്രീകാന്ത് കല്യാണത്തിന് പറഞ്ഞയക്കുന്നില്ല കേട്ടോ.